ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നെയ്മീൻ വെട്ടിത്തേച്ച് കഴുകി നല്ല അടിപൊളി ഒരു പാലകറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീനാണ് നെയ്മീൻ. അപ്പം നമുക്കതിൻ്റെ ആ മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ അതിൻ്റെ വാലും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു സിൽവർ കളർ ആ കോട്ടിങ് ഒന്ന് പതുക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞേക്കാം. ഒത്തിരി ബലം ഉപയോഗിച്ച് ഉരക്കരുത്, കാരണം ഈ മീനിൻ്റെയൊക്കെ സ്കിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് പോവും. അതുകൊണ്ട് പതുക്കെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ സിൽവർ കളർ ആ ഒരു ഷെയ്ഡൊക്കെ ഒന്ന് നമുക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പം ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ അതിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെകളുടെ അവിടെ നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ചുണ്ടും കട്ട് ചെയ്യുക, എന്നിട്ട് താടൻ്റെ അവിടെ നിന്ന് വിടിയിച്ചിട്ട് ആ പൂവടക്കം വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് പോന്നോളും. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്മീൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. ഇതുപോലെ ഒരു 1 ഇഞ്ച് വീതിയിലുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ നെയ്മീൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇപ്പം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ തേച്ച് കഴുകി എടുക്കാൻ പറ്റും. അപ്പോൾ കഴുകി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിനിയും ഇത് നല്ലൊരു പാലുകറി വയ്ക്കാം. അതും കുടംപുളി ചേർത്തൊരു പാലുകറി. പാലുകറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ മീനൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മീനും ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ അധികവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ മുളക് പൊടി കുറവാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് ഒത്തിരി കൂടുതൽ ചേർക്കാം, കാരണം എരിവുണ്ടാവും ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ കളറ് കുറച്ച് പാല് കറിയുടെ കളറായിരിക്കണം. അതിന് വേണ്ടിയാണ് മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു 1/2 കപ്പ് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ നമുക്ക് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ പൊടിച്ച് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മൊത്തം മസാലകളും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ ഒത്തിരി മൊരിഞ്ഞിരിക്കരുത്, കാരണം പാലുകറിയൊക്കെ ആകുമ്പോൾ അധികം മൊരിയാതെ ആയിരിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു വലിയ തേങ്ങ പാല് പിഴിഞ്ഞിട്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് പിഴിഞ്ഞത്. തലപ്പാൽ മാറ്റി വെച്ചു. ബാക്കി ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2ാം പാൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുടംപുളിയും ഉപ്പും കൂടി ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള പോലെ തന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ പുളിയും കുടംപുളിയും അതുപോലെ തന്നെ ഉപ്പൊത്തിരി മുന്നേ നിൽക്കണം. എന്നാലേ നമ്മൾ ചോറിടുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഉപ്പും പുളിയൊക്കെ കിട്ടുള്ളൂ, ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഉപ്പൊക്കെ മുന്നായിട്ട് തോന്നാം, പുളിയൊക്കെ മുന്നായിട്ട് തോന്നാം. പക്ഷേ ചോറുണ്ടുമ്പോൾ അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റാം. ഒന്ന് പതുക്കെ നമ്മൾ കയ്യിലിട്ട് അധികം ഇളക്കരുത്. നമ്മളൊന്ന് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തലപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മളിതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. കറക്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ മുന്നേ ഇട്ടാണ് ഉപ്പും പുളിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ച് എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് താളിച്ചിടണം. ഞാനീ പറഞ്ഞ അളവിൽ ഈ പാലുകറി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചോറ് എത്രമാത്രം കഴിച്ചാലും നിങ്ങൾക്ക് മതി വരില്ല. അത്രയും ടേസ്റ്റാണ് ഇതുപോലെ കറി വെച്ചിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് ഉള്ളി അരിഞ്ഞത് മൊരിയിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിള എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഈ താളിച്ച ഉള്ളിയും വേപ്പിലയും കൂടി ചേർത്തെടുക്കാം. ഇപ്പം നെയ്മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ഒത്തിരി മുളകിൻ്റെ കളർ ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നാൽ നമുക്ക് എരിവ് വേണം താനും. അപ്പോൾ നമ്മൾ പച്ചമുളക് കൂടുതലിടുക, മുളക് പൊടി കുറച്ചിടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെയ്മീൻ തേച്ച് കഴുകി നല്ല അടിപൊളി പാലുകറി വയ്ക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.